പണം അവർക്കൊരു പ്രശ്നമല്ല. പണം പല വഴിക്കും വന്ന് ഈ മണ്ഡലത്തിൽ ഒഴുകുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പണം വീടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി അവർ നിർലോഭം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം LDFിൻ്റെ എതിർത്ത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത്. LDFിനോടൊപ്പം നിൽക്കുന്നവർക്കും CPMനോടൊപ്പം നിൽക്കുന്നവർക്കും പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സഖാക്കൾക്ക് ഒരു റോളും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല. മുഴുവൻ ഇവിടെ ഈവൻ മാനേജ്മെൻറ്റിൻ്റെ മരുമോനിസത്തിൻ്റെ ഒരു സംഘം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തി പോകുന്നത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഗതികേടിൽ അവരെത്തി നിൽക്കുന്നു. കിറ്റുകൾ കൊടുക്കുന്നുണ്ട് 2 വിഭാഗവും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിവരമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവർത്തകരോടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കളോടും ഒക്കെ പറഞ്ഞത്, കിട്ടുന്നത് മുഴുവൻ വാങ്ങണം, ഒന്നും നോ എന്ന് പറയരുത്. കാരണം ഇതൊന്നും അവരുടെ തറവാട് വിറ്റിട്ട് കൊണ്ടുതരുന്നതല്ല. കേരളത്തിലെ ജനങ്ങളെ പല രീതിയിൽ കൊള്ളയടിച്ച് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള പണമാണ് ഇവിടെ നൽകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സഖാവ് ഗോവിന്ദൻ മാഷോടുള്ള ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുമോ? കാരണം പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്, പിണറായിയോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തോടുള്ള വിരോധമാണ്. കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞ ഒരാഴ്ചയായി പല ഘട്ടങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ PV അൻവറിനെ അറ്റാക്ക് ചെയ്യാനല്ലാതെ ഈ അനിമൽ അറ്റാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഈ നിമിഷം വരെ പിണറായിയും അതുപോലെ തന്നെ UDFിൻ്റെ പ്രതിപക്ഷ നേതാവും ഇതുവരെ ചെയ്യാറായിട്ടില്ല. ഈ ജില്ല നേരിടുന്ന വിഷയങ്ങൾക്ക് അവർ ചർച്ചയാക്കിയിട്ടില്ല. ഇത് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടർമാർ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അടിവരയിട്ടുകൊണ്ട് അവർ അതിനെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി മാറണ്ടേ? ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ആ ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാനുള്ള തൻ്റെ ഇടം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കുമുണ്ടോ എന്നതാണ് എൻ്റെ പ്രധാന ചോദ്യമായിട്ടുള്ളത്.